ഗതികെട്ട മമതാ ബാനർജിക്ക് ഇനി കോൺഗ്രസ് ആണ് ആശ്രയം. കോൺഗ്രസിൻ്റെ കാല് പിടിച്ച് അതിൽ അങ്ങ് മുകളിൽ തൊട്ട് താഴെ അറ്റം വരെയുള്ളവരുടെയും കാല് പിടിക്കാൻ ഇപ്പോൾ മമത റെഡിയാണ് എന്നുള്ളതാണ്. അത്രക്കേറ്റു അടി. മമതയെ കോൺഗ്രസിലേക്ക് സ്വീകരിക്കുമോ സർ? മമതയെ ഒരു കാരണവശാലും കോൺഗ്രസ്സിലേക്ക് എടുക്കില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ മമത പ്രശ്നക്കാരിയാണ് എന്ന് ആദ്യം തിരിച്ചറിഞ്ഞവരിൽ ഒരാൾ സോണിയയാണ്. മമത കോൺഗ്രസ്സിൽ നിന്ന് പോകുന്നത് സോണിയയുമായി കലഹിച്ചിട്ടാണ്. സോണിയയുമായിട്ടുള്ള കലഹത്തിൻ്റെ മൂർധന്യത്തിലാണ് മമത പുറത്തു പോകുന്നതും പുറത്തു പോയിട്ട് മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരെയുള്ള തെരുവ് യുദ്ധം നടത്തി മാർക്സിസ്റ്റ് പാർട്ടിയെ പരാജയപ്പെടുത്തിയതും ഒക്കെ ചരിത്രമാണ്. പക്ഷേ മമത അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴേക്കും മമത ഒരിക്കലും ജനാധിപത്യം അംഗീകരിച്ചിട്ടേയില്ല. മമത ജന്മന ഒരു അരാജകവാദിയുമാണ്. അരാജകവാദികൾ സ്വാഭാവികമായിട്ടും ആരായിട്ട് മാറും? ഡിക്റ്റേറ്റേഴ്സായിട്ട് മാറും. അപ്പോൾ ഒരു ഡിക്റ്റേറ്റർ മമതയുടെ മനസ്സിലും മമതയുടെ ജീവിതത്തിലും എന്നുമുണ്ട്. ആ ഒരു ഏകാധിപത്യം ആണ് മമത ഈ തൃണമൂൽ കോൺഗ്രസ്സിൽ നടപ്പിലാക്കിയത്. എല്ലാവരെയും അടിമകളാക്കി നിർത്തിക്കൊണ്ടാണ് മമത പ്രവർത്തിച്ചത്. ഏകാധിപതികൾക്ക് അനുയായികളില്ല, അടിമകളേ ഉള്ളൂ. അതെവിടെ വന്നു കഴിഞ്ഞാലും ദൈവം ഏകാധിപതിയായിട്ട് വരുമ്പോൾ ഇസ്ലാമിൽ പറയുന്നത് എന്താണ്? ദൈവത്തിൻ്റെ ഏറ്റവും വിശ്വസ്തനായ അടിമ എന്നാണ് പരസ്യമായിട്ട് പറയുന്നതാണ്. അപ്പോൾ പ്രവാചകൻ ദൈവത്തിൻ്റെ ഏറ്റവും വിശ്വസ്തനായ അടിമയായിരുന്നു. അപ്പോൾ അടിമ എന്നുള്ളത് ഒരു മഹത്തായ കാര്യമായിട്ട് ആ മതം കാണാൻ കാരണം ഒരു ഏകാധിപതിയായ ദൈവം അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഏകാധിപതികൾക്ക് എന്നും വേണ്ടത് അനുസരണയുള്ള അടിമകളെയാണ്. അവർക്ക് അനുയായികളില്ല. മമതക്കും അനുയായികൾ ഉണ്ടായിരുന്നേയില്ല. മമതക്ക് അനുയായികൾക്ക് അങ്ങനെയല്ല. അനുയായികൾക്ക് നേതാവിനെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യവും കൂടിയുണ്ട്. അതാണ് അനുയായി. അടിമക്ക് വിമർശിക്കാൻ സ്വാതന്ത്ര്യമില്ല. അടിമകൾക്കൊരു സ്വഭാവമുണ്ട്. കിട്ടുന്ന ആദ്യ അവസരത്തിൽ അവർ യജമാനെ തട്ടും. ആദ്യ അവസരത്തിൽ. അതാണിപ്പോൾ സംഭവിച്ചത്. എപ്പോഴാണോ ഏകാധിപതി ദുർബലനാണ് എന്നറിയുന്നത് ആ നിമിഷം കൂടെ നിൽക്കുന്ന എല്ലാ അടിമകളും ഏകാധിപതിക്കെതിരെ തിരിയും. ഇത് ലോക ചരിത്രത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. മമതയുടെ കാര്യത്തിലും അതാണ് സംഭവിച്ചത്. ഇപ്പം എല്ലാം കഴിഞ്ഞ് ചെതറിപ്പോയ അണികളെ കൂടെ നിർത്താൻ കഴിയാത്ത ഒരു നേതാവായി മാറിയതിന് ശേഷം കോൺഗ്രസ്സിലേക്ക് തിരിച്ചു ചെല്ലാനാണ് മമത ശ്രമിക്കുന്നത്. എത്രയ്ക്ക് വിജയിക്കും എന്നാണ് പ്രിയൻ ചോദിച്ച ചോദ്യം. എൻ്റെ അതിൻ്റെ ഉത്തരം ഒരു കാരണവശാലും അത് വിജയിക്കില്ല എന്നുള്ളതാണ്. അല്ല, സോണിയാഗാന്ധിയായിട്ട് ഇത്രയും വലിയ ശത്രുത വരാനുള്ള കാരണം എന്താണ്? രണ്ടുപേരും ഏകാധിപതികളാണ്. അതുകൊണ്ട് ഒന്നിച്ചു പോകാൻ പറ്റില്ല. രണ്ടുപേരും ഏകാധിപതികളാണ്. വലിയ രാജീവ് ഗാന്ധിയുടെ മരണത്തിന് ശേഷം സോണിയ ഏകാധിപതിയായിട്ടാണ് പാർട്ടി കൊണ്ടു കടന്നത്. അതെ, തനിക്കിഷ്ടമില്ലാത്ത എല്ലാ സീനിയർ നേതാക്കളെയും അധിക്ഷേപിച്ചു, അപമാനിച്ചു. കാണാൻ കൂട്ടാക്കില്ല. ഡൽഹിയിൽ പോയി 4 ദിവസം 5 ദിവസമൊക്കെ കാത്തു കിടന്നാലും സോണിയയെ കാണാൻ പറ്റില്ല. ഈ സോണിയയുടെ ഓഫീസിലേക്ക് കയറി ചെല്ലുമ്പോൾ 4 സെക്രട്ടറിമാരിരിക്കുന്നുണ്ട്. ആദ്യത്തെ കുറേ പേര് 1ാം സെക്രട്ടറിയെ കണ്ടിട്ട് പോലും. കുറച്ചുകൂടി മുകളിലുള്ളവർ 2ാം സെക്രട്ടറിയെ കാണും. കുറച്ചുകൂടി മുകളിലുള്ളവർ 3ാം സെക്രട്ടറിയെ കാണും. കുറേ കൂടി അപ്പുറത്തുള്ളൊരു 4ാം സെക്രട്ടറിയെ കാണും. ഈ പടി 4ഉം കടന്നിട്ട് അപ്പുറത്ത് 5ാം പടിയിലാണ് സോണിയ ഇരിക്കുന്നത്. വളരെ കുറച്ച് പേർക്ക് അവരെ കാണാനുള്ള അവസരം ഉണ്ടായിട്ടുള്ളൂ. ബാക്കിയൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ 1ഉം 2ഉം 1 മുതൽ 4 വരെയുള്ള സെക്രട്ടറിമാരെ കണ്ടിട്ട് മാഡത്തെ കണ്ട് എല്ലാം പറഞ്ഞ് പേഷ്യൻ്റ് ഹിയറിംഗ് തന്നു എന്ന് പത്രക്കാരോട് പറഞ്ഞിട്ട് പോരുന്ന രീതിയാണ്. കെ കരുണാകരനെ അവിടെ കെട്ടിക്കിടക്കേണ്ടി വന്ന് അപ്പോയിൻമെൻറ്റ് കൊടുത്തില്ല. ശരത് പവാറിനെ അവിടെ കെട്ടിക്കിടക്കേണ്ടി വന്ന് അപ്പോയിൻമെൻറ്റ് കൊടുത്തില്ല.
മമതക്ക് അവിടെ കെട്ടിക്കിടക്കേണ്ടി വന്നു, അപ്പോയിൻമെൻറ്റ് കൊടുത്തില്ല. അപ്പോൾ സോണിയയുടെ മഹത്വം പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്കല്ലാത്ത ഒരാൾക്കും ഒരു തരത്തിലുള്ള ആദരവും കൊടുക്കാൻ സോണിയക്ക് കഴിയുമായിരുന്നില്ല. അങ്ങനെയാണ് സോണിയയുമായി തെറ്റിപ്പിരിഞ്ഞുകൊണ്ട് മമത പോയുന്നതും മമത സ്വന്തം തൃണമൂൽ കോൺഗ്രസ് ഉണ്ടാക്കുന്നത്. ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് ഉണ്ടാക്കുമ്പോൾ മമതയുടെ ലക്ഷ്യം എന്തായിരുന്നു അറിയാമോ? ഇന്ത്യ ഭരിക്കലായിരുന്നു. തനിക്ക് ഇന്ത്യ മുഴുവനും ഈ പാർട്ടി ഉണ്ടാക്കാൻ കഴിയുമെന്നും ആ പാർട്ടി തിരഞ്ഞെടുപ്പിൽ ജയിച്ച് താൻ ഇന്ത്യ ഭരിക്കും എന്നുമായിരുന്നു. അപ്പോൾ ഈ ഒരു ഏകാധിപത്യ പ്രവണതകൾക്ക് കീഴിൽ നിൽക്കുന്ന മമത, ആ മമത ഇനി മറ്റൊരു ഏകാധിപതിയുടെ കീഴിൽ ചെന്ന് പ്രവർത്തിക്കുമ്പോൾ അടിമയായിട്ട് തീരേണ്ടി വരും. അപ്പം ഇതിനകത്ത് ചോദ്യം, മമതയ്ക്ക് അടിമയാകാൻ കഴിയുമോ എന്നുള്ളതാണ്. എൻ്റെ ഉത്തരം മമതയ്ക്ക് അടിമയാകാൻ കഴിയില്ല എന്നുള്ളതാണ്. കാരണം ഏകാധിപതികൾ പിന്നീട് അടിമകളായി ജീവിച്ച ചരിത്രവുമില്ല. ഏകാധിപതികളായ ഏകാധിപത്യ സ്വഭാവത്തിൽ അടങ്ങിയിരിക്കുന്ന വൈരുദ്ധ്യം കൊണ്ട് തകർന്നു പോകുന്നതേ നമ്മൾ കാണുള്ളൂ. ഇപ്പോൾ അതാണ് സംഭവിച്ചിരിക്കുന്നത്. കാരണം ജനങ്ങൾ കൈയൊഴിഞ്ഞു. ജനങ്ങൾ കൈയൊഴിഞ്ഞപ്പോൾ എന്ത് ചെയ്ത്? ജനവിധി അംഗീകരിക്കാൻ തയ്യാറല്ല എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. ജനങ്ങൾ 15 കൊല്ലം ഭരിച്ച ഒരു പാർട്ടിയെ ജനങ്ങൾ അവജ്ഞയോടുകൂടി അവഗണിച്ച് ചവിട്ടി പുറത്താക്കി കഴിഞ്ഞപ്പോൾ പറഞ്ഞ ജനവിധി എനിക്ക് അനുകൂലം വരുന്നുണ്ട്, എതിരാക്കി എന്നാണ് പറയണം. കൂടെയുള്ള 80 പേരിൽ 60 പേരും പോയി കഴിഞ്ഞപ്പോഴേക്കും അതിനും കുറ്റം മറ്റുള്ളവരെ പറയുകയാണ്. ഇപ്പോൾ കൂടെ നിൽക്കുന്നവർ എങ്ങും പോകാൻ ഇടമില്ലാത്തവരാണ് നിൽക്കുന്നത്. അതിൻ്റെ കാരണങ്ങൾ വേറെയുണ്ട്. അവരാണ് മമതയുടെ കൂടെ ഇപ്പോൾ ഉള്ള 20 MLA-മാർ. ഈ 20 MLA-മാരെ കൊണ്ട് മമതക്ക് ഒരു കാര്യമില്ല. കാരണം പ്രതിപക്ഷ നേതൃസ്ഥാനം പോലും ഇല്ല. ഒരാളെ രാജ്യസഭയിലേക്ക് അയക്കാനുള്ള അംഗസംഖ്യ ഇല്ല. ആരുടെ അടുത്ത് കിട്ടും? ഒരാളുടെ അടുത്തുനിന്നും കിട്ടില്ല. അപ്പോൾ ബംഗാളിലെ ഒരു റോളും ഇല്ലാതെ ബംഗാളിലെ ജനങ്ങൾ അവഗണിക്കുകയും ജനങ്ങൾ ചവിട്ടി പുറത്താക്കുകയും ചെയ്ത ഒരു നേതാവിനെ കോൺഗ്രസ് എന്തിനെടുക്കണം? ഇതാണ് ചോദ്യം. പിന്നെ സോണിയാഗാന്ധിക്ക് പ്രതികാരം തീർക്കാൻ വേണ്ടി വേണമെങ്കിൽ എടുക്കാം. എടുത്തിട്ട് കാലിനടിയിലിട്ട് ചവിട്ടാം. അതെ, മിക്കവാറും അത് തന്നെയായിരിക്കും. പക്ഷേ അതിന് മമത നിന്ന് കൊടുക്കുമെങ്കിൽ മമതയ്ക്ക് പ്രവേശനം ഉണ്ട്, അല്ലെങ്കിൽ ഇല്ല. സാർ ഇപ്പം ഒരു ഡീലിലേക്ക് എത്താമല്ലോ. ഇപ്പോൾ സോണിയാഗാന്ധി പറയുകയാണ്, എൻ്റെ അടുത്തേക്ക് വരരുത് ഒരു കാരണവശാലും, മമത ബംഗാളിൽ മാത്രം നിന്നോണം, ബംഗാളിൻ്റെ സർവാധികാരിയായിരുന്നോ എന്ന് പറഞ്ഞൊരു സ്ഥാനം കൊടുക്കും. അല്ല, ബംഗാളിൽ ഇപ്പം തന്നെ അവർക്ക് പ്രവർത്തിക്കാമല്ലോ. അവർക്ക് ഒരു തൃണമൂലിൻ്റെ ഒരു അംശം ഉണ്ടല്ലോ, അത് മതിയല്ലോ. അതുപോലും ഇല്ല കോൺഗ്രസിന് ബംഗാളിൽ. പിന്നെ കിട്ടിയിട്ട് എന്ത് ചെയ്യാനായിട്ടാണ്? മമതയുടെ ഡിമാൻഡ് എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസ്സിന് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ വല്ല രാജ്യസഭയിലേക്കും കടന്നു പറ്റാൻ പറ്റുമെന്നാണ് മമത നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് പറ്റില്ല. ഇനി അസംബ്ലിയിൽ ആരെങ്കിലും 20 MLA-മാരിൽ ആരെങ്കിലും രാജിവെപ്പിച്ച് നിർത്തി ജയിക്കണമെന്നില്ല. പ്രതിപക്ഷ നേതൃസ്ഥാനം പോലും ഇല്ലാതെ അസംബ്ലിയിൽ വന്ന ഒരു അംഗമായിട്ടിരിക്കാൻ അവർക്ക് താല്പര്യം ഉണ്ടാകില്ല. അല്ല, ഇനിയിപ്പോൾ MLA സ്ഥാനം ഇല്ലല്ലോ. ഇല്ല. അല്ല, ഇനി പ്രതിപക്ഷത്തിൽ ജയിച്ചു വന്ന് പ്രതിപക്ഷ നേതാവുമല്ല. അപ്പോൾ പിന്നെ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ സ്പീക്കർ അവസരം കൊടുക്കില്ല. ഒപ്പോസിഷൻ ലീഡർക്കല്ലേ അവസരം കിട്ടുള്ളൂ, ഇവർക്ക് കിട്ടില്ലല്ലോ. പിന്നെ ഇടയ്ക്ക് എഴുന്നേറ്റ് എന്തെങ്കിലും പറയാൻ പറ്റും. അതും അതിൻ്റെ ടൈമിലോട്ട് വരുമ്പോൾ 2 മിനിറ്റ് 3 മിനിറ്റൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ മമതയെ എടുക്കാനായിട്ട് കോൺഗ്രസ്സിന് പറ്റില്ല. കാരണം കോൺഗ്രസ്സേ അവിടെ ഇല്ല. ഇല്ലാത്ത കോൺഗ്രസ്സിന് വല്ലാത്ത മമതയെ കിട്ടിയിട്ട് എന്താ കാര്യമുള്ളത്? ഒരു കാര്യമില്ല. മമതക്കും അതുകൊണ്ട് കാര്യമില്ല. എന്തായാലും ശരിയാണ്, ഈ അവസ്ഥയിലും എല്ലാവരും പോയി കഴിഞ്ഞാലും കോൺഗ്രസ്സിനുള്ളതിനേക്കാൾ കൂടുതൽ ഈ പ്രവർത്തകരുമായിട്ട് മമതയ്ക്ക് ബന്ധമുണ്ടാകും അവിടെ. ഏത് തരത്തിലുള്ളതായാലും അവരൊന്നും കൊണ്ടൊന്നും പ്രയോജനമില്ലെങ്കിൽ പോലും അവിടെ പോയി കഴിഞ്ഞാൽ 2 പേരെങ്കിലും കിട്ടും. കോൺഗ്രസ്സിന് അതില്ല. അപ്പോൾ നിങ്ങൾ ബംഗാളിൽ മാത്രം ഒതുങ്ങി നിന്ന് ജോലി ചെയ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഇവരുടെ സൗകര്യം വേണ്ടല്ലോ. ഇനി പാർട്ടി കോൺഗ്രസ്സിനെ കെട്ടിപ്പടുക്കാൻ ഇവർക്ക് പറ്റുമോ? TMCയെ കെട്ടിപ്പടുക്കുന്ന സമയത്ത് കോൺഗ്രസ്സിനെതിരെ നടത്തിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് കോൺഗ്രസ്സിനെ കെട്ടിപ്പടുക്കാൻ ഇവർക്ക് ഇറങ്ങാൻ പറ്റുമോ? പറ്റില്ല. പിന്നെ എന്തു ചെയ്യും?
അപ്പോൾ അതുകൊണ്ട് ഈ മമത കോൺഗ്രസ്സിലേക്ക് എന്നൊക്കെ ഉള്ളത് കേൾക്കാൻ സുഖമുണ്ടെങ്കിലും എൻ്റെ അഭിപ്രായത്തിൽ കോൺഗ്രസ് ഒരു കാരണവശാലും മമതയെ കോൺഗ്രസ്സിലേക്ക് എടുക്കില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. വേലിയിലിരിക്കുന്ന സാധനം കൈയെത്താഞ്ഞിട്ട് കോലുകൊണ്ട് തോണ്ടിയെടുത്ത് വെക്കാൻ ആരെങ്കിലും തയ്യാറാകുമോ? ഇല്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ചാനൽ ഒരുപാട് പേർ കാണുന്നുണ്ട്. കാണുന്നവരോടെല്ലാം നമുക്ക് വലിയ സ്നേഹവുമുണ്ട്. അവരൊക്കെ നമ്മുടെ ചാനലിനെക്കുറിച്ച് ഒരുപാട് പേരോട് പറയുന്നുമുണ്ട്. പക്ഷേ ഒരു കാര്യം, നമ്മൾ കാണുന്നവരുടെ എണ്ണം അനുസരിച്ച് ചാനലിൻ്റെ സബ്സ്ക്രിപ്ഷൻ കൂടുന്നില്ല. എന്താ കാര്യം എന്നറിയാമോ? നമ്മൾ കണ്ടിട്ട് അങ്ങ് പെട്ടെന്ന് തിരിച്ചു പോവുക. പക്ഷേ കണ്ടതിന് ശേഷം ഒരു നിമിഷം നിൽക്കുക. നമ്മുടെ ചാനലിൻ്റെ IND എന്ന് പറയുന്ന ലോഗോ ഇല്ലേ, അവിടെ ഒന്ന് വിരലമർത്തിയാൽ ചാനലിൻ്റെ ഫീഡ് തുറന്നു വരും. അവിടെ സബ്സ്ക്രൈബ് എന്നൊരു നീല നിറത്തിലുള്ള ബാറുണ്ട്. അവിടെ ജസ്റ്റ് ഒന്ന് തൊടുക. തൊട്ടടുത്തൊരു മണിയുടെ ചിത്രമുണ്ട്, ബെല്ലൈക്കൺ. അവിടെ ഒന്ന് തൊട്ടാൽ നിങ്ങൾക്ക് നമ്മുടെ എല്ലാ വീഡിയോകളും കാണാനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടും. മാത്രമല്ല ചാനലിൻ്റെ ഒരു സബ്സ്ക്രൈബറായി മാറുകയും ചെയ്യും. അത് ഞങ്ങൾക്ക് വലിയ സഹായമായിരിക്കും. ഉറപ്പായിട്ടും അത് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ചെയ്യണേ.